എംപിമാരിൽ കണ്ണൂരിൽ കെ സുധാകരന് മാത്രം ഇളവ് നൽകുന്നതിൽ കോൺഗ്രസിൽ ചർച്ച സജീവം. കണ്ണൂർ സീറ്റ് പിടിച്ചെടുക്കാൻ സുധാകരൻ മത്സരിക്കണമെന്നാണ് പാർട്ടിയിലെ ചർച്ച. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കി മാത്രം കണ്ണൂരിനെ വിലയിരുത്താനാവില്ലെന്നും സുധാകരനല്ലാതെ മറ്റാര് മത്സരിച്ചാലും ജയം ഉറപ്പാക്കാനാവില്ലെന്നുമാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, കണ്ണൂരിൽ സുധാകരൻ തന്നെ മത്സരിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കൃഷ്ണേന്ദു, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ കണ്ണൂർ വിഷൻ പുറത്തുവിടുന്നത്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കെ സുധാകരൻ UDFന്റെ സ്ഥാനാർത്ഥിയാകും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. മത്സരിക്കാനുള്ള സന്നദ്ധത കെ സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഇതിന് ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടി എന്നുള്ള ഏറ്റവും വിശ്വസനീയമായ ഒരു വിവരമാണ് ഇപ്പോൾ കണ്ണൂർ വിഷന് ലഭിച്ചിട്ടുള്ളത്. അതായത് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കെ സുധാകരൻ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയാകും എന്ന് ഏതാണ്ട് ഉറപ്പാകുകയാണ്. ഈ ജനുവരി 20 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനുള്ള തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ട്. 4-5 തീയതികളിൽ വയനാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പ് നടക്കുന്നുണ്ട്. ഇതിൽ ഈ സ്ഥാനാർത്ഥി ആരൊക്കെ മത്സരിക്കണം, മുതിർന്ന നേതാക്കളിൽ ആരൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാകും. അതിൽ ഉറപ്പായും കെ സുധാകരൻ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് കണ്ണൂരിൽ മത്സരിക്കണം എന്ന ഒരു ആഗ്രഹം കെ സുധാകരൻ നേരത്തെ തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കണം എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ വരെ കെ സുധാകരൻ പറഞ്ഞത് കണ്ണൂർ നിയമസഭാ സീറ്റിൽ മത്സരിക്കാനാണ് തനിക്ക് ആഗ്രഹം. ഒരു തരത്തിലും പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഇല്ല എന്ന് കെ സുധാകരൻ പറഞ്ഞതാണ്. പക്ഷേ കണ്ണൂർ നിലനിർത്താൻ കെ സുധാകരൻ തന്നെ വേണം എന്ന ഒരു ചർച്ച ആ ഘട്ടത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടായി. അങ്ങനെ ഹൈക്കമാൻഡ് നിർബന്ധിച്ചാണ് കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിച്ചത്. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കിയതാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കണ്ണൂരിൽ മത്സരിക്കാൻ അനുവദിക്കണം എന്ന ഒരു ആവശ്യം അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന് മുൻപാകെ വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ചർച്ച നേരത്തെ തന്നെ നടന്നിട്ടുണ്ട്. അതിനിപ്പോൾ ഹൈക്കമാൻഡ് കെ സുധാകരന് മാത്രമായി ഒരു ഇളവ് നൽകുകയാണ്. 6 എംപിമാർ മത്സരിക്കണം എന്ന ഒരു ആവശ്യം നേരത്തെ പാർട്ടി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ല. കെ സുധാകരന് മാത്രമായിരിക്കും ഈ ഇളവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 20,000-ലധികം വോട്ടിന്റെ ലീഡ് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ UDFനുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും സമാനമായി 26,000-ഓളം വോട്ടിന്റെ ലീഡൊക്കെ UDFന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഒക്കെ അതായിരുന്നു സ്ഥിതി. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കണ്ണൂരിൽ UDF പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 10 വർഷമായി കണ്ണൂരിൽ LDFന്റെ പ്രതിനിധിയാണ് MLA ആയിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥിതിക്ക് ഒരു മാറ്റം വരണം എന്ന് തന്നെയാണ് UDFന്റെ ഒരു കണക്കുകൂട്ടൽ. UDF ഭരണം പിടിക്കാൻ, LDFന്റെ തുടർഭരണം ഇല്ലാതാക്കാൻ UDF പിടിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുള്ള ചില മണ്ഡലങ്ങളുടെ പട്ടികയുണ്ട്, നിയമസഭാ മണ്ഡലങ്ങളുടെ പട്ടികയിലുണ്ട്. അതിൽ 1-ാം സ്ഥാനത്തുള്ള പേരാണ് കണ്ണൂർ എന്നുള്ളത്. അപ്പോൾ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിച്ചാൽ മാത്രമാണ് വിജയ സാധ്യത, അല്ലെങ്കിൽ വിജയം ഉറപ്പാക്കാൻ കഴിയുക സുധാകരൻ മത്സരിച്ചാൽ മാത്രമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാർട്ടിയിൽ ചർച്ച നടക്കുന്നത്. കണ്ണൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക വിഷമകരമാണ് എന്നുള്ള രീതിയിലേക്ക് വലിയ രീതിയിലുള്ള ചർച്ചകൾ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും കെ സുധാകരൻ മത്സരിച്ചാൽ കണ്ണൂരിൽ വിജയം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ അഴീക്കോട് മണ്ഡലത്തിൽ ഉൾപ്പെടെ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും എന്നാണ് UDFന്റെ കോൺഗ്രസിന്റെ ഒക്കെ ഒരു കണക്കുകൂട്ടൽ. അഴീക്കോട് മണ്ഡലം പിടിച്ചെടുക്കാനും ഈ സുധാകരന്റെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും വരുന്നുണ്ട്. അങ്ങനെ കണ്ണൂരിൽ ഈ 2 നിയമസഭാ മണ്ഡലങ്ങൾ കണ്ണൂരും അഴീക്കോടും ലഭിക്കുന്നതിന് കെ സുധാകരന്റെ ഒരു സാന്നിധ്യം സഹായകമാകും എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ വരുന്നു. അങ്ങനെ ഉറപ്പായും കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കാൻ സാധ്യത തെളിയുകയാണ്. കണ്ണൂരിൽ മറ്റൊരു പേരും ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിന്റെ മുമ്പാകെ ഇല്ല. അപ്പോൾ കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ് കെ സുധാകരൻ. അതിനുള്ള ചരടുവലികൾ, അതോടൊപ്പം തന്നെ തന്ത്രപരമായ നീക്കങ്ങൾ എല്ലാം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ മണ്ഡലത്തിൽ, കണ്ണൂർ മണ്ഡലത്തിൽ ഒന്നുകൂടി സജീവമായുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും സജീവമായി തന്നെ കെ സുധാകരൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും വളരെ വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന വിവരമാണ് കെ സുധാകരൻ തന്നെ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരാൻ പോവുകയാണ്. കൃഷ്ണേന്ദു.